ഇപ്പോൾ മാർപ്പാപ്പയുടെ സന്ദേശം ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം നമ്മൾ വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനസാഗരം ഈ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ജനസാഗരം തന്നെ വത്തിക്കാനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കിപ്പം ഫാദർ ജേക്കബ് പ്രസാദ് അതിഥിയായി തുടരുന്നുണ്ട്. ഫാദർ, വളരെ ധന്യമായ മുഹൂർത്തത്തിലൂടെ ആഗോള കത്തോലിക്ക സഭ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ വത്തിക്കാനിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വലിയ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ മാത്രമല്ല, അമേരിക്കയിൽ നിന്നും പെറുവിൽ നിന്നുമൊക്കെ സാധാരണക്കാരായ മനുഷ്യർ ഈ സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയിട്ടുണ്ട്. വത്തിക്കാൻ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ചടങ്ങുകൾ? അധികാര ചിഹ്നമായ പാലിയവും അതോടൊപ്പം തന്നെ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും അണിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് ഫാദർ? ഇനിയുള്ള ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചടങ്ങുകളുടെ അവസാന ഭാഗത്തേക്ക്, ഈ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. അതായത് ഈ സുവിശേഷ വായനയും അതിനുശേഷം സ്ഥാനാരോഹണ ചടങ്ങും ശേഷം ലിയോ പാപ്പ ഈ പ്രസംഗം നടത്തുകയുണ്ടായി. പ്രസംഗത്തിൽ വളരെ അതിൻ്റെ ചെറിയ കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതിൽ സംഭവിച്ച അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഈ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ടായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായി മാറി. അദ്ദേഹം ഈ റോമിലേക്ക് കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ വധിച്ചത്. അപ്പോൾ അതിന് വരുന്ന വഴിക്ക് അദ്ദേഹം കത്തുകൾ എഴുതിയിരുന്നു. 7 സഭകൾ കത്തുകൾ എഴുതിയിരുന്നു. റോമായിലെ സഭയ്ക്ക് ഒരു കത്തെഴുതി. അവിടെ വെച്ച് ആ കത്തിൽ സൂചിപ്പിക്കുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. ദ ചർച്ച് ഓഫ് ഗോഡ് വിച്ച് സിറ്റ്സ് ആസ് പ്രസിഡൻറ്റ് ഓഫ് ഓൾ ദ ചേർച്ചസ് ഇൻ ചാരിറ്റി. ഉപവിയിൽ സ്നേഹത്തിൽ എല്ലാവരുടെയും എല്ലാ സഭകളുടെയും അധ്യക്ഷൻ ആയിരിക്കുന്ന, അധ്യക്ഷ പദം അലങ്കരിക്കുന്ന റോമായിലെ സഭ. ലിയോ പാപ്പ ഇപ്പോൾ പറഞ്ഞു, റോമായിലെ സഭ യഥാർത്ഥത്തിൽ അപ്രകാരം ഒരു സഭയായി തീരാൻ പോവുകയാണ്. നയാത്മികമായിട്ടുള്ളൊരു അധ്യക്ഷ പദം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറമായിട്ട് സ്നേഹത്തിൽ ഉള്ള ഒരു അധ്യക്ഷ പദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ലിയോ പാപ്പ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് സാഹോദര്യം നിറഞ്ഞ ഒരു സഭയെ വളർത്തിയെടുക്കുകയുള്ളതാണ്. സാഹോദര്യത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സഭയെ വളർത്തിയെടുക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ അഗസ്റ്റീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട്, അഗസ്റ്റീനോസിൻ്റെ പാഠങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അഗസ്റ്റീനോസിൻ്റെ സഭയിലെ അംഗമായിട്ടുള്ള ലിയോ പാപ്പ. അദ്ദേഹം പറഞ്ഞു, അഗസ്റ്റീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, സഭ എന്ന് പറയുന്നത് സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണെന്ന്. എന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ അർത്ഥം ഉണ്ട്. സഭ എന്ന് പറയുന്നത് നാം ഇന്ന് കാണുന്ന ചട്ടക്കൂടുകൾക്കും അപ്പുറത്ത് ആരൊക്കെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്ന അവരുടെയൊക്കെ ഒരു ലക്ഷണമാണ് സഭ എന്ന് പറയുന്നത്. അതാണ് അവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. ഈ ചട്ടക്കൂടുകൾക്കും അപ്പുറം നിൽക്കുന്നതാണ്. സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും കൂടുന്ന, സാധാരണയുള്ള ചട്ടക്കൂടുകൾക്ക് പുറത്ത് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു സമൂഹമാണ് സഭയെന്ന് ഇവിടെ ലിയോ പാപ്പ നിർവചിക്കുകയുണ്ടായി. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഐക്യത്തിലും കൂട്ടായ്മയിലും മുന്നോട്ട് ഗമിക്കാം, മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കാമെന്ന്. ഇവിടെ നമ്മുടെ ഈ ലോകം അക്രമവും ഹിംസയും അതുപോലെ തന്നെ മുൻവിധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിരുന്നാലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നും നമുക്ക് സ്നേഹത്തിലും ഐക്യത്തിലും വിട്ടുവീഴ്ചയിലും ക്ഷമയിലും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്. ഇന്ന് ഇവിടെ പലവട്ടം പറയുകയുണ്ടായല്ലോ, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാം, അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് ഇവിടെ ലിയോ പാപ്പ സ്ഥാനാരോഹണം ചെയ്യുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, കരുണയുടെ അല്ലെങ്കിൽ പ്രസാദവരത്തിൻ്റെ അതിവർഷം ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്കിതെല്ലാം ഒഴിവാക്കിയിട്ട് സഹോദരരെ പോലെ ജീവിക്കാമെന്ന്. അതിനിടയ്ക്ക് വെച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, എൻ്റെ ദൗത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പത്രോസിനോട് യേശു ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, പത്രോസെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരികെ വന്ന് കഴിയുമ്പോൾ നിൻ്റെ സഹോദരരെ ബലപ്പെടുത്തണമെന്ന് ഞാൻ കരുതുകയാണെന്ന്.
അപ്രകാരമായി തീരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു സന്ദേശത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ വാക്ക് അത് സ്നേഹം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ ലോകത്തിന് ആവശ്യം സ്നേഹമാണ്. സ്നേഹത്തിന്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്.